ഹലോ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ ബാംഗ്ലൂരിൽ നിന്നും ഇത് സാറ്റലൈറ്റ് ബസ് ടെർമിനലാണ്. സാറ്റലൈറ്റ് ഓപ്പോസിറ്റ് കാണുന്ന ബിൽഡിങ്ങിൻ്റെ പുറകിൽ സാറ്റലൈറ്റ് ബസ് സ്റ്റേഷനാണ്. അവിടെ നിന്ന് ബസ് ലോങ് സർവീസ് ബസ്സുകളെല്ലാം പുറപ്പെടുന്നത് ഇവിടെ നിന്നാണ്. ഞാൻ ഫ്രഷ് ബസ് എന്ന് പറഞ്ഞ ഒരു AC സ്ലീപ്പർ ബസ്സാണ് ബുക്ക് ചെയ്തത്. ഇലക്ട്രിക് ബസ്സാണ്. ആ ബസ്സിലേക്ക് ഞാൻ കയറി. ഇത് വേറെ ബോർഡിംഗ് പോയിൻ്റാണ്. ഇതിന് ഇവിടെ ഇല്ല, സാറ്റലൈറ്റിന് അവിടെ ബോർഡിംഗ് പോയിൻ്റില്ല. ഇതിന് മറ്റൊരു സ്ഥലത്താണ്. അപ്പം ഞാൻ അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് അവിടെ പോയിട്ട് ആ ടെർമിനലിൽ പോയിട്ട് അവിടെ നിന്ന് കയറേണ്ടി വന്നു, ബസ്സിലേക്ക് കയറേണ്ടി വന്നു. എന്നിട്ട് ബസ് ഇവിടെ എത്തി. ഞാൻ അവിടുന്ന് ആ നേരെ ഓപ്പോസിറ്റ് കണ്ട ആ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. നല്ല ഫുഡായിരുന്നു. അതും കഴിഞ്ഞു നല്ലൊരു ഉറക്കത്തിലേക്ക് പോയി. നല്ല ഉറക്കമായിരുന്നു ബസ്സിൻ്റെ അകത്ത്. കാരണം നല്ല സർവീസായിരുന്നു, ബസ്സിന് നല്ല സർവീസായിരുന്നു. ബസ്സിൽ കയറിയപ്പോൾ തന്നെ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടി കേട്ടോ. ഒരു പാക്കറ്റ് ഒരു ഗിഫ്റ്റ് കിട്ടി. അപ്പോൾ നല്ല ഉറക്കം കഴിഞ്ഞു. രാവിലെ പുലർച്ചെ ഉണ്ടോ നേരം വെളുക്കുന്നു, സൂര്യൻ ഉദിച്ചു വരുന്ന ചെന്നൈയിലെത്തി. അപ്പോൾ ഈ ബസ് കോയമ്പേട് വരെ ആയിരുന്നു. കോയമ്പേട് നിന്ന് മെട്രോ ട്രെയിനിൽ കയറിയിട്ട് MGR പുരക്ഷി തലൈവർ MGR രാമചന്ദ്രൻ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തി. ഇനി ഇവിടെ നിന്ന് നമ്മുടെ ചെന്നൈ സെക്രട്ടേറിയറ്റിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഓട്ടോ പിടിച്ച് പോകാൻ പല വഴിയുണ്ട്. പക്ഷേ എളുപ്പം അവിടുത്തെ ലോക്കൽ ട്രെയിനിൽ പോകുന്നതാണ്. ലോക്കൽ ട്രെയിനിൽ പോകുമ്പോൾ തന്നെ പാർക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് തൊട്ടടുത്താണ് സെക്രട്ടേറിയറ്റ്. അതിന് വരുമ്പോൾ ഒരു കിലോമീറ്ററിനകത്തുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഒരു ഷോർട്ട് കട്ട് വഴിയുണ്ട്. അത് നടന്നു പോയി കഴിഞ്ഞാൽ എത്താൻ പറ്റും. അങ്ങനെ ഞാൻ ലോക്കൽ ട്രെയിനിനെ ആശ്രയിച്ചു. ലോക്കൽ ട്രെയിനിൽ കയറി അത് നേരെ പാർക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുമ്പോഴേക്കും ഞാനവിടെ ഇറങ്ങി. അവിടുന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു. അപ്പം അദ്ദേഹം ഇവിടെ ഉണ്ട്. നമ്മുടെ പുതിയ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് സാർ ചാർജ് എടുത്ത ആ നാൾ മുതൽ അദ്ദേഹം തമിഴ്നാട്ടിൽ തന്നെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ PA ആണ്, എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളിയുണ്ട്. ഈ കാണുന്നത് തമിഴ്നാട് ദന്തൽ മെഡിക്കൽ കോളേജാണിത്. അപ്പോൾ കോളേജിൻ്റെ ഈ നിർത്തിയിരിക്കുന്ന സ്റ്റേഷനിൽ നമുക്ക് ഇറങ്ങിയിട്ട് ആ ഫ്ലൈ ഓവർ വഴി കയറി നേരെ ഓപ്പോസിറ്റ് ചെയ്യുക. ഇത് മദ്രാസ് ഹൈക്കോടതിയുടെ കവാടമാണ്, പ്രധാന കവാടമാണ് മദ്രാസ് ഹൈക്കോടതി. ഈ പാലത്തിൻ്റെ അടിയിൽ കൂടി നമുക്ക് സെക്രട്ടേറിയറ്റിലേക്ക് എളുപ്പം കടന്നു പോകും. ഇതാണ് എനിക്ക് ആ ബസ്സിൽ നിന്ന് തന്ന ഒരു പാക്കറ്റ് കേട്ടോ. ഒരു ബസ്സിൻ്റെ മോഡലുള്ള ഒരു കവറാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ടോയ്സ് ആയിരിക്കും ഇത്. അതുകൊണ്ട് ഞാൻ ബാഗിൽ തന്നെ വെച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ എന്തായിരിക്കും സംഭവം, എന്തിനാ എനിക്ക് ഉപയോഗമുണ്ട്, അല്ലെങ്കിൽ വഴിയിൽ കാണുന്ന ഏതെങ്കിലും കുട്ടികൾക്ക് കൊടുക്കാമെന്ന് കരുതി ഞാൻ തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു പാക്കറ്റ് ജ്യൂസ്, പിന്നെ റാഗി പോലത്തെ ഒരു ഫ്രൈഡ് ഐറ്റം. അത് ഒന്നും ഞാൻ കഴിക്കാറില്ല, ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിക്കാറില്ല. അപ്പോൾ എനിക്ക് ആവശ്യമുള്ളതല്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വെച്ചു. പിന്നെ ഒരു ടിഷ്യൂ പേപ്പർ, ഒരു ബിസ്ക്കറ്റ്, ഒരു ഫേസിൻ്റെ ടിഷ്യൂ, ഇതെല്ലാം അതിലുള്ള ഒരു പാക്കറ്റാണ്. ഈ ബസ്സിന് 600 രൂപയ്ക്ക് സംതിങ്ങേ ഉള്ളൂ, 600 രൂപയേ ഉള്ളൂ ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈ വരെ. ഇലക്ട്രിക് ബസ്സാണ്, പക്ഷേ ഭയങ്കര ലാഭമാണ്. മറ്റു ബസ്സുകൾ നോക്കുമ്പോഴേക്ക് അത് ബിസിനസ് ക്ലാസ്സൊക്കെ ബസ് നോക്കുമ്പോഴേക്ക് ഭയങ്കര എമൗണ്ടാണ്, വലിയൊരു എമൗണ്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ചെന്നൈയിലുള്ള കാഴ്ചകളും എല്ലാ കാഴ്ചകളായിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ല ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ. ബൈ ബൈ.